രാഘവനും ഭാരതിയും വിജയനും താമസിച്ചിരുന്നത് കുടുംബ ഓഹരി പ്രകാരം ലഭിച്ച സ്ഥലത്തായിരുന്നു. ഇവിടെയായിരുന്നു അവരുടെ വീടുണ്ടായിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ വീട്ടിലായിരുന്നു രാഘവനും ഭാരതിയും താമസിച്ചിരുന്നത്. ഈ വീട് തീ കത്തിച്ച് പൂർണ്ണാർത്ഥത്തിൽ നശിച്ചിട്ടുണ്ട്. ടിൻഷീറ്റ് കൊണ്ട് മറച്ചിരുന്ന ചെറിയൊരു ഷെഡിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. ഈ വീടിൽ 5 മക്കളാണ് ഇവർക്കുണ്ടായിരുന്നത്. ഇവരെല്ലാവരും തമ്മിൽ ഈ ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് ആർക്ക് വേണം എന്നുള്ളത് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പും വിജയൻ രക്ഷിതാക്കളുമായി സംബന്ധിച്ച് തർക്കമുണ്ടായി. വിജയൻ ഗൾഫിലായിരുന്നു, വിദേശത്തായിരുന്നു. കുടുംബവുമായി എണ്ണക്കാട്ടായിരുന്നു താമസം. ഇവിടുന്ന് തൊട്ടടുത്തുള്ള മാന്നാറിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് എണ്ണക്കാട്. അവിടെ അവരുമായി വഴക്കിട്ട് ഒരു 5-6 മാസമായി അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് താമസം. അപ്പോൾ ഈ വീടിൻ്റെ ഈ സ്വത്ത് കാര്യങ്ങൾ സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ പറയുന്നത്. വഴക്ക് സ്ഥിരമായിരുന്നു. വിജയൻ നല്ല രീതിയിൽ മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്നലെ രാത്രി 2-3 മണിയോടുകൂടിയാണ് ഈ ഒരു ഹരിപ്പാട് മാന്നാർ റോഡിൻ്റെ വശത്താണ് ഈ വീടുള്ളത്. ആ റോഡിലൂടെ പോകുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ വീട് നിന്ന് കത്തുന്നത് കണ്ടതുടൻ തന്നെ തൊട്ടടുത്ത് ഈ വീടിനോട് ചേർന്ന് തന്നെ ഇവരുടെ ബന്ധുക്കളൊക്കെയാണ് സമീപത്ത് താമസിക്കുന്നത്. രാത്രി ആയതുകൊണ്ടാണ് അവരൊരു പക്ഷേ അറിയാതെ പോയത്. തൊട്ടടുത്ത് തന്നെ അവർ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ വിവരം ഓട്ടോ ഡ്രൈവർ ബന്ധുക്കളെ അറിയിക്കുകയും ബന്ധുക്കൾ തീ അണയ്ക്കാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ മറ്റേ ടിൻഷീറ്റ് ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ തീ കത്തി പടരുകയായിരുന്നു. അവർ ഫയർഫോഴ്സ് എത്തി തീ അണച്ച് അകത്ത് കടന്നപ്പോഴത്തേക്ക് കട്ടിലിൽ തന്നെയാണ് ഇവിടുത്തെ ദമ്പതികൾ ഉണ്ടായിരുന്നത്. അവർ അപ്പോൾ തന്നെ മരിച്ചിരുന്നു. ഒരു പക്ഷേ നേരത്തെ തന്നെ എന്തെങ്കിലും മയങ്ങാനുള്ള മരുന്ന് കൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മർദ്ദിച്ച് അവശയാക്കിയ ശേഷമാണോ തീ കത്തിച്ചതെന്നുള്ളതൊന്നും വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ അറിയുള്ളൂ. മൃതദേഹം നിലവിൽ മാവേലിക്കര ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് വിജയൻ ഒരു കസേരയും എടുത്ത് സമീപത്തെ പാടശേഖരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതായി നാട്ടുകാർ വിവരം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരും പോലീസും ചേർന്ന് വേഗത്തിൽ തന്നെ വിജയനെ കസ്റ്റഡിയിൽ എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അയൽവാസിയും ബന്ധുവാണ് ഈ ചേട്ടൻ. ചേട്ടാ എപ്പോഴാണ് ചേട്ടൻ ഇത് കണ്ടത്? 3:30 ജനലിൽ കൂടെ വെട്ടം വന്നപ്പോൾ ഞങ്ങൾ 3 പേരുടെ ചാടി പുറത്തിറങ്ങി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ആളിയും കത്തുക. ഭയങ്കരമായിട്ട് ആളി കത്തുക. നമുക്ക് ഈ വഴി നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതേ ഒരു കണ്ടീഷനായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ കുറേ അലറി. പക്ഷേ ആരും കേൾക്കുന്നില്ല. തീയുടെ സൗണ്ട് ഒന്നും അങ്ങനെ ആരും കേൾക്കുന്നില്ല. പിന്നെ അമ്പലത്ത് അമ്പലം പണിയുന്നുണ്ട്. അമ്പലത്തിലോട്ട് ഹോസ് പൈപ്പ് പോയിട്ടുണ്ട് മോട്ടർ അടിച്ച് വെള്ളത്തിന് വേണ്ടി. ആ പൈപ്പ് ഞാൻ വലിച്ചെടുത്തിട്ട് പിന്നെ ഇവിടെ കുറേയൊക്കെ അടിച്ചു. എന്നാലും ഒന്നും ആകുന്നില്ല. കുറേ ഞാനിവിടുന്ന് അടിച്ച്. പിന്നെ ആ വീട്ടിൽ നിന്ന് മധു എന്ന് പറഞ്ഞ ഒരാൾ കുറേ വെള്ളമൊക്കെ അടിച്ചു. അങ്ങനെ കുറേയൊക്കെ ഇതായപ്പോഴത്തേക്ക് പിന്നെ ഫയർഫോഴ്സ് വന്നു. പിന്നെ പവർ ഉണ്ടായിരുന്നു. ആ പവർ കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടുന്ന് KCB വിളിച്ച് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ വന്ന് പവറും കട്ട് ചെയ്തു. പിന്നെ പോലീസ് രാത്രി ഇവിടെ വഴക്കുണ്ടായിരുന്നു. രാത്രിയിലല്ല, മിനിഞ്ഞാന്ന് രാത്രി വഴക്കുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി എന്ന് പറഞ്ഞാൽ അന്ന് ഈ തന്തയാണ് ഇയാൾ അടിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഇന്നലെ രാവിലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയതുമാണ്. വിജയൻ ഇപ്പോൾ ഒരു 5 മാസം കൊണ്ട് ഇവിടെയാണ്. ഇതിൻ്റെ ഈ ഭൂമി വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടോ? അതിൻ്റെ തർക്കമാണ് ഇത് ഈ പ്രശ്നം. ഈ മരിച്ച ആൾ ചേട്ടൻ്റെ ആരാ? മരിച്ച ആൾ എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ ചേട്ടത്തിയും ഭർത്താവും. ഈ വിജയന് കുടുംബമൊന്നുമില്ലേ? വിജയന് കുടുംബമുണ്ട്. വിജയനാണെങ്കിൽ എണ്ണക്കാട്ടാണ് താമസം. എണ്ണക്കാട് ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. ഗൾഫിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് ഇവിടെയാണ്. ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. അവർ ഇവിടെ കൽക്കട്ടയിലോ എങ്ങനെയാണ് എൻ്റെ അറിവ്, ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അവർക്ക് പിള്ളേർക്ക് അവിടെ ജോലിയാണ്. ഭാര്യയ്ക്ക് എത്ര മണിക്കാണ് ചേട്ടൻ ഇത് കണ്ടത്? 3:30 ഈ ജനലിൽ കൂടെ വെട്ടം വന്നു. ഭയങ്കരമായിട്ട് വെട്ടം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചാടി ഇണിച്ച്. ബഹളമൊന്നും കേട്ടില്ല? ബഹളവും ഇല്ല, ഒന്നുമില്ല, ഒരു അനക്കവും ഇല്ലായിരുന്നു. ഞങ്ങൾ ചാടി ഇണിച്ച് ഞാൻ പുറത്തു വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ആളി കത്ത്. ഒന്നും അടുക്കാൻ പോലും പറ്റില്ല. അതുപോലെ തീയായി. വിജയം കത്തിച്ചത് തന്നെയാണെന്നാണ് നിങ്ങളുടെ സംശയം? എൻ്റെ സംശയം അത് തന്നെയാണ്. അല്ലെങ്കിൽ അല്ലാതെ ഷോർട്ട് സർക്യൂട്ട് വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലേ കത്തത്തുള്ളൂ. അവർക്ക് രക്ഷപ്പെടാനാണെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്യാം. ഇതിപ്പോൾ അങ്ങനെയല്ല വന്നത്. ഈ സൈഡ് മൊത്തം കത്തുമായിരുന്നു. ചുറ്റും കത്തുമായിരുന്നു. ആ വടക്കേ സൈഡിലാണ് പുള്ളി കിടക്കുന്നത്. ആ ഭാഗത്ത് കത്തിയിട്ടില്ല. ആ അടുക്കള ഭാഗത്ത് വിജയൻ ആ ഭാഗം കത്തിയിട്ടേ ഇല്ല. വിജയൻ കിടക്കുന്നതാണ് കത്തിയിട്ടുണ്ട്. പക്ഷേ അടുക്കള ഭാഗത്ത് കത്തിയിട്ടേ ഇല്ല. ഈ ഭാഗമാണ് ആദ്യം കത്തിയത്. ഏതായാലും വിജയൻ തീയിട്ടത് എന്നുള്ളതാണ് നാട്ടുകാരുടെയൊക്കെ സംശയം. പഞ്ചായത്ത് അംഗമാണ്. ചേട്ടാ, ഇവിടെ ഇവർ തമ്മിൽ സ്ഥിരം വഴക്കുണ്ടാവാറുണ്ടോ? അപ്പുറം സമീപത്തെ പഞ്ചായത്ത് മെമ്പറാണ്. ഞാൻ രാവിലെ സംഭവം അറിഞ്ഞുകൊണ്ട് വന്നതായിരുന്നു. നിങ്ങൾ ഈ വാർഡിലല്ല? അല്ല, തൊട്ടപ്പുറത്തെ വാർഡാണ്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഞാനൊരു 5 മണിയാണ് വന്നപ്പോഴാണ് ഈ വൃദ്ധരായ മാതാപിതാക്കളുടെ മൃതദേഹം കണ്ടത്. പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നടപടികളൊക്കെ വിളിച്ചു. പ്രതിയെ ഇപ്പം ഇതിൻ്റെ സമീപത്തൊരു സ്ഥലത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ബോഡി അറിയാവുന്ന ആളുകളാണ് ഇതുവരെ? അറിയാവുന്ന ആളുകളാണ്. വിജയനെ അറിയോ? വിജയനെ പരിചയമുണ്ട്. സ്ഥിരം ഇവിടെ താമസിക്കുന്ന ഒരാളല്ലായിരുന്നു.
ബോഡി മാവേലിക്കര ജില്ലാ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ വിജയൻ, ഒരുപക്ഷെ അല്ല, ആളുകളൊക്കെ സംശയിക്കുന്നത് വിജയൻ ഈ വീടിന് തീ ഇട്ടതിന് ശേഷം ആത്മഹത്യ ചെയ്യാനുള്ളൊരു ശ്രമമായിരിക്കും നടത്തിയത്. കാരണം ഒരു കസേരയുമായി ഇവിടെ കുട്ടനാടിൻ്റെ ഒരു ഭാഗമാണ്, കുട്ടനാടിൻ്റെ ഏറ്റവും തെക്കേ എൻഡാണ് ഈ മാന്നാർ എന്ന് പറയുന്നത്. ധാരാളം പാടശേഖരം, കുറച്ചങ്ങോട്ട് ഒരു 50-100 മീറ്റർ മാറിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വിശാലമായ പാടശേഖരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ആ ഭാഗത്തേക്കാണ് വിജയൻ പോയത്. നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് വളരെ വേഗത്തിൽ തന്നെ വിജയനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ നിലവിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിലാണ് വിജയൻ ഉള്ളത്. വിജയൻ്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയൻ്റെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടിയതിന് ശേഷം, പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചെയ്തതിന് ശേഷം മാത്രമേ എങ്ങനെയാണ്, അതായത് സ്വാഭാവികമായി തന്നെ വിജയൻ മാതാപിതാക്കൾക്കൊപ്പം തന്നെ താമസിച്ചു വരികയായിരുന്നു. അല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിജയൻ വിദേശത്തായിരുന്നു. വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ജോലി ചെയ്ത സമയത്ത് ഇയാൾ എണ്ണയ്ക്കാട്, ഇവിടെ മാന്നാറിന് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്, 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളൊരു സ്ഥലമാണ് എണ്ണയ്ക്കാട് എന്നുള്ള സ്ഥലം. അവിടെയായിരുന്നു വിജയൻ താമസിച്ചുകൊണ്ടിരുന്നത് കുടുംബസമേതം. എന്നാൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു താമസം. വിജയൻ വരുന്നതിന് മുൻപായിട്ട് ഇവരുടെ മകളുടെ ഭർത്താവും കൊച്ചുമകനുമായിരുന്നു ഈ ദമ്പതികൾക്കൊപ്പം താമസിച്ചിരുന്നത്. പിന്നീട് വിജയൻ വന്നപ്പോൾ സ്വാഭാവികമായി തന്നെ തർക്കങ്ങളുണ്ടായി. അവരിവിടുന്ന് മറ്റൊരു വീട്ടിലേക്ക് വാടകയ്ക്കായിട്ട് മാറി. അപ്പോൾ വിജയനും ഈ അച്ഛനും അമ്മയും ആയിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. തൊട്ടടുത്ത് ബന്ധുക്കളുണ്ട്, അയൽവാസികളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ വിജയൻ നിരന്തരം മദ്യപിച്ചെത്തി അച്ഛനെയും അമ്മയുമായി വഴക്കുണ്ടാകുമായിരുന്നു. 2 ദിവസം മുമ്പും ഇത്തരത്തിൽ വഴക്കുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകി. കാരണം ആശുപത്രിയിൽ ചെന്നപ്പോൾ ഗുരുതരമായ, അതായത് കൊച്ചുമകൻ എന്നോട് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ അമ്മൂമ്മയുടെ ദേഹത്ത് ഈ നമ്മളുടെ മീനൊക്കെ വറക്കാൻ നേരം അരിയുന്ന രീതിയിൽ എങ്ങനെ അരിഞ്ഞ് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് 2 കൂട്ടരെയും വിളിച്ചു വരുത്തി സംസാരിച്ച് ഇനിയും ബഹളമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്ത് വിട്ടതാണ്. ഇതിനുശേഷമാണ് ഇന്നലെ പുലർച്ചയോടുകൂടി ഒരു 2 മണിയോടുകൂടി ആയിരിക്കാം തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. കാരണം 3 മണിയോടുകൂടിയാണ് ഈ റോഡിൽ കൂടെ പോയ ഓട്ടോ ഡ്രൈവറും ബന്ധുക്കളുമൊക്കെ ഈ തീ ഇങ്ങനെ കത്തുന്നത് കണ്ട്, വെട്ടം കണ്ട് ഞെട്ടി ഉണർന്നത്. അവർ വന്നപ്പോഴേക്കും നമ്മളോട് മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഈ ടിൻഷീറ്റാണ്. ഈ ടിൻഷീറ്റിൻ്റെ ഒരു പ്രത്യേകത, തീ കത്തിത്തുടങ്ങിയാൽ പിടിച്ച് ഇത് മുകളിലോട്ട് കയറി പൂർണ്ണ അർത്ഥത്തിൽ നിന്ന് കത്തുന്ന വേഗത്തിൽ. കാരണം വളരെ ദാരുണമായ സംഭവം, വളരെ ഗൗരവമായി കാണേണ്ടതാണ്. മാതാപിതാക്കളെ മകൻ തീവച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത്, അതിനുശേഷം കസേരയുമായി പോയി എന്ന് പറയുന്നു. ജീവനെടുക്കാനുള്ള ശ്രമമായിരുന്നു എന്നറിയില്ല. ഏതായാലും വിജയൻ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. തുടർ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയുള്ളൂ വിജയൻ കസ്റ്റഡിയിലായിട്ട്.